ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അവസാനമായി കളിച്ച മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയെ പരാജയപ്പെടുത്തിയത്. ആഷ്ലി വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം അത്ഭുതകരമായ കുതിപ്പാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. ഏതായാലും കഴിഞ്ഞ മത്സരത്തിന് ശേഷം മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങൾ വെസ്റ്റ്വുഡ് സംസാരിച്ചിരുന്നു. അതിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുരോഗതിയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതായത് മുങ്ങുന്ന കപ്പലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്, അതിനെ ബുള്ളറ്റ് ട്രെയിനാക്കി മാറ്റാൻ കഴിഞ്ഞു, അഥവാ അതിവേഗ ട്രെയിനാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പോയിരുന്നുവെങ്കിൽ കിരീടം നേടാൻ സാധിക്കുമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തുടർച്ചയായി വിജയങ്ങൾ നേടാൻ കഴിഞ്ഞത് സന്തോഷം നൽകുന്നു. 7 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റ് നേടി. അതായത് ശരാശരി ഓരോ മത്സരത്തിലും 2.3 പോയിന്റ് വീതം നേടാൻ കഴിഞ്ഞു. അതിനർത്ഥം ലോകത്തെവിടെയാണെങ്കിലും ഇങ്ങനെ പോയാൽ കിരീടം നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ശരിക്കും കിരീടം നേടാൻ സാധിക്കുമായിരുന്ന ഒരു സീസണാണ് ഇത്. കൂടുതൽ മത്സരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ കിരീടത്തിന് വേണ്ടി മുൻപന്തിയിൽ ഉണ്ടാകുമായിരുന്നു. കാരണം ഏറ്റവും അവസാനത്തിൽ ലീഗിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിച്ച ടീം അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. താരങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ലീഗ് അവസാനിച്ചു. മുങ്ങുന്ന ഒരു കപ്പലിനെയാണ് ഞങ്ങൾ ബുള്ളറ്റ് ട്രെയിനാക്കി മാറ്റിയത്. ഇതാണ് ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. കാരണം അത്ഭുതകരമായ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുള്ളത്. ഈ ടീമും ഈ പരിശീലകനും സീസണിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കിരീടത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ടീമുകളിൽ മുൻപന്തിയിൽ നിൽക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമായിരുന്നു. കാരണം ഈ സീസണിൽ പലപ്പോഴും മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും മുംബൈ സിറ്റിയും ജംഷഡ്പൂർ FC-യും ഒക്കെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്, കാലിടറിയിട്ടുണ്ട്. ഇങ്ങനെ സ്ഥിരതയാർന്ന മികവ് പുലർത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ സീസണിന്റെ തുടക്കത്തിൽ ഈ ടീമും പരിശീലകനും ഉണ്ടായിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടാൻ സാധിക്കുമായിരുന്ന ഒരു സീസണായി മാറുമായിരുന്നു ഇത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.